തൃശ്ശൂരിലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോരെ കയ്യാങ്കളിയിൽ. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് ക്യാമ്പിൽ നിന്ന് എ ഗ്രൂപ്പ് പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സറൂഖിനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാത്തതിൻ്റെ തർക്കമാണ് ഇതിന് കാരണമായത്. വാക്കുതർക്കം അവസാനം കയ്യാങ്കളിയിൽ വരെ എത്തി. പാർട്ടിയിൽ ഇപ്പോൾ കയ്യാങ്കളിയുടെ സീസണാണെന്ന് തോന്നുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ് സജി, കാര്യമായി പ്രശ്നമൊന്നുമില്ലല്ലോ? സന്തോഷം. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ DCC ഓഫീസിലടക്കം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായി എന്ന് കരുതിയിരിക്കുന്നതിനിടയിലാണ് ഇന്ന് ഗുരുവായൂരിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഗ്രൂപ്പ് പോരുണ്ടാകുന്നത്. പിന്നീട് ഈ തർക്കം ആദ്യഘട്ടത്തിൽ വാക്കുതർക്കമായിരുന്നു, പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതോടുകൂടി മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള AC സക്കൂറിനെ ഈ കോൺഗ്രസിന്റെ തന്നെ ഈ നടന്ന ബ്ലോക്ക് ക്യാമ്പിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ 2 സംസ്ഥാന ഭാരവാഹികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇത് A വിഭാഗം നേതാക്കൾ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ വാക്കുതർക്കവും കയ്യാങ്കളിയിലേക്കും അടക്കം കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതോടുകൂടി തന്നെ A ഗ്രൂപ്പ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് എന്നാൽ ഈ യോഗം, അതായത് ഈ ക്യാമ്പ് ബഹിഷ്കരിക്കാമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് A ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മുഴുവൻ ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്ത് TN പ്രതാപന്റെ അടക്കം സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് TN പ്രതാപന് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നാളെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം അടക്കം ചേരാനിരിക്കുകയാണ്. വീണ്ടും തൃശ്ശൂരിൽ ഈ ഗ്രൂപ്പ് പോർവിളിയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലും വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. താങ്ക് യു. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.